ഹായ് ഫ്രണ്ട്സ്, 4 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയുമോ? അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? അക്കങ്ങളിൽ ഒന്ന് 0 ആയാൽ ഉത്തരത്തിൽ വരുന്ന മാറ്റങ്ങളും നമ്മൾക്ക് പരിശോധിക്കാം. ഇന്ന് ആദ്യമായി നോക്കുന്നത് അത്തരം ചോദ്യങ്ങളാണ്. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് 4 അക്കങ്ങൾ നൽകിയിട്ടുണ്ട്. 1, 5, 7, 9. ഇതാണ് നമ്മുടെ അക്കങ്ങൾ. ഇവകൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആകെ 4 അക്കങ്ങളാണുള്ളത്. അതുകൊണ്ട് 4 കൊണ്ട് തുടങ്ങാം. 4 into 3 into 2 into 1 is equal to എത്രയാണ്? 4 3 12, 2 12, 24, 1 ഗുണം 24, 24 ആണ് ഇതിന്റെ ആൻസർ. 24 നമ്പറുകളാണ് ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. 4 into 3 into 2 into 1 ഇങ്ങനെയാണ് ഇത് കിട്ടുക. ഇനി ഇതിൽ തന്നെ 3 അക്കമാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഉദാഹരണം 1 5 7. ഈ 3 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എങ്ങനെയാണ് വരിക? ഇവിടെ 3 അക്കങ്ങളായതുകൊണ്ട് 3 കൊണ്ട് തുടങ്ങാം. 3 into 2 into 1 is equal to എത്രയാണ്? 3 2 6 6 6 എന്നാണ് ആൻസർ. ഇനി 2 അക്കങ്ങളാണെങ്കിൽ 1 5 ഇങ്ങനെ 2 അക്കങ്ങൾ നൽകിയിട്ടുണ്ട്. ആവർത്തിക്കാതെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ 2 അക്കങ്ങളായതുകൊണ്ട് 2 നിന്ന് തുടങ്ങാം. 2 into 1 is equal to 2. ഇതുകൊണ്ട് 2 അക്കങ്ങളെ ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നോക്കാം, സിമ്പിൾ ആണ്. 1 15 എന്ന് ഉണ്ടാക്കാം, രണ്ടാമത്തെ 51 ഉണ്ടാക്കാം. ഈ 2 നമ്പറുകളെ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആൻസർ 2 എന്ന് കിട്ടി. ഇനി 3 ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന മൂന്നക്ക സംഖ്യകളാണ് നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഇവിടെ 1 5 7 ആണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. 6 കിട്ടുക എന്ന് നമ്മൾ കണ്ടെത്തി. അത് കിട്ടുമോ എന്ന് പരിശോധിക്കാം. 1 5 7 അതാ 1 കൊണ്ട് തുടങ്ങുന്ന ഒരു സംഖ്യയായി. 1 കൊണ്ട് തുടങ്ങുന്ന രണ്ടാമത്തെ സംഖ്യ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. 75. 1 കൊണ്ട് ഇത്രേ കിട്ടുള്ളൂ. ഇനി 5 കൊണ്ട് ആരംഭിക്കുന്നത് 5 1 7 5 7 1. ഇനി 7 കൊണ്ട് ആരംഭിക്കുന്നത് 7 1 5 7 5 1. ഇത്ര നമ്പറുകളാണ് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അഥവാ 6 എണ്ണം. 2 4 6. 1 കൊണ്ട് 2, 5 കൊണ്ട് 2 എണ്ണം, 7 കൊണ്ട് 2 എണ്ണം. ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ടെത്തി 6 എന്നതാണ്. അതുപോലെ ഇനി നമ്മൾ മുകളിൽ കൊടുത്തതും അതുപോലെ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ബോർഡിൽ ഞാൻ ആ 24 നമ്പറുകളും എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1 കൊണ്ട് ആരംഭിക്കുന്ന 1 5 7 9 ആണ് നമ്മുടെ ഡിജിറ്റ്സ് അഥവാ അക്കങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 1 കൊണ്ട് തുടങ്ങുന്ന നമ്പറുകൾ 1 2 3 4 5 6 6 എണ്ണമുണ്ട്. 5 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണമുണ്ട്. 7 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണമുണ്ട്. 9 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും 6 എണ്ണമുണ്ട്. നമ്മുടെ ഇക്വേഷൻ പ്രകാരം കിട്ടിയ 24 നമ്പറുകളാണ് 6 6 6 6 4 6 24 നമ്പറുകളാണ് ഉള്ളത്. അപ്പൊ ഇതില് ഇങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പൊ നമ്മൾ ഇത്രയും എഴുതി നോക്കിയിട്ട് ഉത്തരം കണ്ടെത്തുക എന്നത് പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് കണ്ടെത്തുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സംശയം വരും. ഇതിൽ 0 വരികയാണെങ്കിൽ എന്താണ് മാറ്റം വരിക എന്ന്. അതായത് 1 5 7 9 എന്ന നമ്പറുകൾ ഓക്കെ. ഇതില് 5 എന്നുള്ളതിന് പകരം 0 ആണെന്ന് വിചാരിക്കാം. നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 1 0 7 9 എന്നീ 4 അക്കങ്ങളാണ് എങ്കിൽ ഈ 4 അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ വരുന്ന മാറ്റങ്ങളാണ് നോക്കുന്നത്. അപ്പോ ഇവിടെ 5ന്റെ സ്ഥാനത്താണ് 0 ആക്കി മാറ്റിയത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം എഴുതിയ എല്ലാ 5ഉം എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പോൾ ഇതൊക്കെ 0 ആക്കി മാറ്റിയെന്ന് വെച്ച് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഒരു ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ഈ 5 കൊണ്ട് തുടങ്ങുന്നതും 0 ആക്കി മാറ്റണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 കൊണ്ട് ഇനി തുടങ്ങാൻ പാടില്ല. കാരണം 5 എന്ന നമ്പർ ഇതിലില്ല, 0 ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 5 ഞാനൊക്കെ മായ്ക്കാൻ പോവാണ്. ഇവിടെ ഒക്കെ ശരിക്ക് വരിക എന്താണ്? 0 0 0 0 0 0. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ? നാലക്ക സംഖ്യയാണ് നമ്മളോട് ചോദിച്ചത്. ഇത് നാലക്ക സംഖ്യയാണോ? 0 1 7 9 എന്നുള്ളത് നാലക്ക സംഖ്യ അല്ല. കാരണം 0 കൊണ്ട് ഒരു സംഖ്യ ആരംഭിക്കുകയില്ല. അപ്പൊ ഇത്രയും നമ്പറുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുകയില്ല. അപ്പൊ എന്തായി? 6 6 6 3 ആറുകളെ ഇതിലുള്ളൂ.
നാലാമത്തെ 6 എന്നത് ഇല്ല. അതിപ്പോൾ 18 ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? 0 കടന്നു വന്നാൽ അത് 18 മാറും. 0 ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം 24 കിട്ടും. ആ 24-ൽ 4 6കൾ ചേർന്നതാണ്. അഥവാ 4 സംഖ്യകളും തുല്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. 6 വീതം ഉണ്ടാക്കാൻ കഴിയും. അതിൽ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെടും. അത് ഒരു ഭാഗം കൊണ്ട് നമുക്ക് 4 അക്കം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ആൻസർ 18 മാറും. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കാൻ കാരണം എന്താണ്? ഇത് 3 അക്ക സംഖ്യയാണ്. അഥവാ 0 കൊണ്ട് തുടങ്ങാത്തത് കൊണ്ട് 0 ഞാൻ മായ്ച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാവും. 0 കൊണ്ട് നമ്പർ തുടങ്ങൂല. ഇനി തുടങ്ങിയാലും അത് വാല്യൂ ഉണ്ടാവില്ല. അപ്പം 3 അക്ക നമ്പറാണിത്. നമുക്ക് 4 അക്ക നമ്പറാണ് വേണ്ടത്. അതുകൊണ്ട് ആണ് ഈ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കിയത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഒന്നും കൂടെ പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 3, 1, 4, 6 4 നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 24 ആൻസർ. എങ്ങനെ കിട്ടുന്നത്? ഇത് 4 അക്കങ്ങൾ ഉള്ളത് കൊണ്ട് 4 കൊണ്ട് തുടങ്ങുന്നു. 4 ഗുണിക്കണം, പിന്നെ ചെറുതാക്കി കൊണ്ടുവരാം. 3 ഗുണിക്കണം, 2 ഗുണിക്കണം, 1 = 24. ഇത് നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി, മാറാനൊന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ചെയ്തു മാത്രം. ഇതിലൊന്ന് 0 ആവുകയാണെങ്കിൽ, അഥവാ ഒരു 1 എന്ത് ചെയ്യാണ് 0 ആയി മാറുകയാണെങ്കിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻസർ 18 ആയിരിക്കും കിട്ടുക. കാരണം 3 കൊണ്ട് 6 സംഖ്യ ഉണ്ടാക്കാം, 1 കൊണ്ട് തുടങ്ങുന്ന 6 സംഖ്യ ഉണ്ടാക്കാം, 4 കൊണ്ട് തുടങ്ങുന്ന 6 സംഖ്യ ഉണ്ടാക്കാം, 6 കൊണ്ട് തുടങ്ങുന്ന 6 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. അതിൽ 0 വരുമ്പോൾ 0 കൊണ്ട് സംഖ്യ തുടങ്ങുകയില്ല മീൻസ് അതുകൊണ്ട് 4 അക്ക സംഖ്യ 0 കൊണ്ട് തുടങ്ങി ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത് 3 അക്ക സംഖ്യയായി മാറുമെന്ന് നേരത്തെ കണ്ടു. അതുകൊണ്ട് ഈ 1ന്റെ ഭാഗം ഇവിടെ വരുന്ന 6 നമ്മൾ മൈനസ് ചെയ്യാണ്. 24-ൽ നിന്ന് 6 മൈനസ് ചെയ്തു, 18 കിട്ടി. ഇനി 5 അക്കത്തിന്റെ കേസും കൂടെ നോക്കാം. സംഖ്യ ഞാൻ ഇവിടെ എഴുതാം. ഒരു 5 ഡിജിറ്റ്സ് ആണ് എഴുതുന്നത്. ഒരു 2, 3, 1, 6, 8. ഇതാണ് 5 അക്കങ്ങൾ തന്നിരിക്കുന്നത്. 2, 3, 1, 6, 8. ഈ 5 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പൊ നേരെ നമ്മൾ പഠിച്ചതുപോലെ ഇക്വേഷനിലേക്ക് ഫാക്ടറേറ്റ് ഉപയോഗിക്കുക. അതായത് 5 അക്കങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 5 കൊണ്ട് തുടങ്ങാം. നേരത്തെ 4 അക്കങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 4-ൽ തുടങ്ങിയത്. ഇവിടെ 5 അക്കങ്ങൾ ഉള്ളത് കൊണ്ട് 5-ൽ തുടങ്ങുന്നു. 5 ഗുണിക്കണം, 4 ഗുണിക്കണം, 3 ഗുണിക്കണം, 2 ഗുണിക്കണം 1. ഇതിന്റെ ആൻസർ എത്രയാണ് വരിക? 20, 4 5 20, 3 20, 60, 2 60, 120, 1 × 120, 120 ആണ് ഇതിന്റെ ഉത്തരം. അതുകൊണ്ട് ഈ 5 അക്കങ്ങൾ ആവർത്തിക്കാതെ 120 5 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം. ഇതാണ് നേരത്തെ പഠിച്ചതും അതുപോലെ 5 അക്ക നമ്മൾ ഉപയോഗിക്കുമ്പോഴും ചെയ്യേണ്ട കാര്യം. ഇനി ഇതിൽ 2 കൊണ്ട് തുടങ്ങുന്ന എത്ര 5 അക്ക സംഖ്യകൾ ഉണ്ടാകും? അതായത് 120-ൽ 2, 3, 1, 6, 8 ഇവകൾ കൊണ്ട് തുടങ്ങുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. അഥവാ 120-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ = 24 ആണ് ആൻസർ കിട്ടുക. 24 നമ്പറുകൾ 2-ൽ തുടങ്ങുന്ന 24 5 അക്ക സംഖ്യകൾ ഉണ്ടാകും. 3-ൽ തുടങ്ങുന്നതും 24 ഉണ്ടാകും. 1-ൽ തുടങ്ങുന്നതും 6-ൽ തുടങ്ങുന്നതും 8-ൽ തുടങ്ങുന്നതും 24 എണ്ണം വീതം ഉണ്ടാകും. അതുകൊണ്ട് ഒരു സംഖ്യ 0 ആയി മാറിയാൽ, ഇപ്പോൾ 1 എന്നുള്ളത് 0 ആക്കി മാറ്റിയാൽ 0 കൊണ്ടും എന്തുണ്ടാവും? ശരിക്ക് 5 അക്ക സംഖ്യ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് 5 അക്കമായി മാറൂല. കാരണം 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്താൽ 4 അക്കമായി മാറും. അപ്പോൾ ഈ 24 മൈനസ് ചെയ്താൽ മതി. 120 - 24 96 ആണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 5 അക്ക സംഖ്യകൾ ആവർത്തിക്കാതെ 120 ഉണ്ടാക്കാം. അതിൽ 1 0 തന്നാൽ ആൻസർ 96 ആയിരിക്കും. നേരത്തെ പഠിച്ചു 4 അക്കമാണെങ്കിൽ 24-ഉം അതിൽ 1 0 വരികയാണെങ്കിൽ 18-ഉം. ഈ രീതിയിൽ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. സാധാരണ 4 അക്ക സംഖ്യകളുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതായത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും കൂട്ടിയാൽ ഉത്തരം എത്രയാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും കൂട്ടാനാണ് പറഞ്ഞത്. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 9999. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ 0999910. അപ്പൊ എത്രയായി? 10999 ആണ് ഇതിന്റെ ആൻസർ.
ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ചെറിയ 2 ഡിജിറ്റ്സ്, 3 ഡിജിറ്റ്സ്, 4 ഡിജിറ്റ്സ് ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആ ഒരു ടേബിളാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് മനസ്സിലാകും, അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. എന്നാൽ ഇത്തരം ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയും. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ, ഒരക്ക സംഖ്യ ഏതാണ്? 9 ആണ് അല്ലേ? 9 ആണ് ഏറ്റവും വലിയ ഒരക്ക നമ്പർ, 1 ഡിജിറ്റ് നമ്പർ. ഏറ്റവും വലിയ 2 അക്ക നമ്പർ ആണെങ്കിലോ 99 ആണ് കേട്ടോ, 99 ആണ്. ഏറ്റവും വലിയ 3 അക്ക നമ്പർ എന്ന് പറയുന്നതോ 999 അഥവാ 999 ആണ്. ഇനി 4 അക്കമാണെങ്കിലോ 9999 ആണ്. പിന്നീട് 5 അക്കമാണെങ്കിൽ 5 9കളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് 9ന്റെ പാറ്റേൺ ആണ് ഏറ്റവും വലിയ നമ്പറുകൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക, എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഇനി ഏറ്റവും ചെറുതിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടത് 1 ഡിജിറ്റ്, ഏറ്റവും ചെറിയ 1 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് എഴുതാം. ഇത് എണ്ണൽ സംഖ്യയാണെങ്കിൽ 1 ആണ്. നമുക്കിപ്പോൾ 4ാം ക്ലാസ്സുകാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണൽ സംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേണമെങ്കിൽ 0 ഏറ്റവും ചെറിയ ഒരക്കമായിട്ട് പറയാം. അത് അഖണ്ഡ സംഖ്യകളാണ് വരിക, ഹോൾ നമ്പേഴ്സ് ആണ് വരിക. പിന്നെ 0 ആണ് ഏറ്റവും ചെറുത് നമ്മൾ വിചാരിക്കേണ്ട, അതിനേക്കാൾ ചെറിയ സംഖ്യകളുണ്ട്. അത് നമ്മൾ 4ാം ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കുന്നില്ല. അത് മൈനസ് ഫാക്ടർ, മൈനസ് എന്ന രീതിയിലേക്ക് നമ്പറുകൾ പോകും. ഇപ്പൊ നമ്മൾ 1 എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. എണ്ണൽ സംഖ്യയാണ്. 0 ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, ഇനി കൺഫ്യൂഷൻ ഇല്ല, വേണ്ട, മായ്ക്കാം. ഓക്കെ, 1 എന്ന് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഇനി 2 ഡിജിറ്റ് ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് സംശയങ്ങളൊന്നുമില്ല, 10 ആണ് അല്ലേ? ഇതിനേക്കാൾ ചെറിയ 2 അക്ക സംഖ്യ ഇല്ല. ഇനി 3 അക്കമാണെങ്കിൽ 100 ആണ്. ഇനി 4 അക്കമാണെങ്കിലോ അത് 1000 ആണ്. ഓക്കെ, ഇനി 5 അക്കമാണെങ്കിൽ അങ്ങനെ പോകും. 6 അക്കം നമ്മൾ നോക്കുന്നില്ല. ഈ ഒരു പാറ്റേണിലാണ് ഏറ്റവും ചെറിയ നമ്പറുകൾ വരുന്നത്. ഇതിൽ 1 മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 1 എന്ന് കാണാം, ചിലപ്പോൾ 0 എന്ന് കാണാം. അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് 1 മുതലാണ് നാച്ചുറൽ നമ്പർ അഥവാ എണ്ണൽ സംഖ്യ ആരംഭിക്കുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ കേസിൽ 1 ആണ് ഏറ്റവും ചെറുത്. ഇനി അഖണ്ഡ സംഖ്യ ആണെങ്കിൽ 0 ആണ്. നമ്മൾ ഇതൊന്നും സാധാരണ വരാറില്ല. നമുക്ക് വരല് ഒന്നെങ്കിൽ ഈ 3 ഡിജിറ്റ് മുതലേ നമുക്ക് കണക്ക് സാധാരണ LSS പരീക്ഷയ്ക്ക് വരാറുള്ളൂ. ഇനി ടേബിൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ എഴുതി എന്ന് മാത്രം. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കണക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, ഇതിൽ സംശയം വരുന്ന ഒരു ഭാഗം, ഏറ്റവും വലിയ 3 അക്ക ഇരട്ട സംഖ്യയാണ് ചോദിക്കുന്നത് വിചാരിക്കാം. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. ഇതിൽ 999 ആണ് ഏറ്റവും വലിയ 3 അക്ക നമ്പർ. ഏറ്റവും വലിയ 3 അക്ക ഇരട്ട സംഖ്യ ഏതാണ്? ഇത് ഒറ്റ സംഖ്യയാണ്. ഇതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 998 ആണ് ഇരട്ട സംഖ്യ, ഏറ്റവും വലിയ 3 അക്ക ഇരട്ട സംഖ്യ. ഇനി ചെറുതിലും അതേപോലെ വരും. ഇപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ 1000 ആണെങ്കിൽ ഏറ്റവും ചെറിയ 4 അക്ക ഒറ്റ സംഖ്യ ഏതാണ്? ഇത് ഇരട്ട സംഖ്യയാണ്. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 1 ആഡ് ചെയ്ത് കൊടുക്കുക. മൈനസ് ചെയ്താൽ 3 അക്ക സംഖ്യയിലേക്ക് വരും. അപ്പോൾ ഇവിടെ 1 ആഡ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും ചെറിയ 4 അക്ക ഒറ്റ സംഖ്യയായി മാറും. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾക്കനുസരിച്ച് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഈ സെഷനിൽ ഇന്ന് നമ്മൾ നോക്കുന്ന അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, അവസാനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, ഒരു 3 നമ്പറുകളുടെ തുടർച്ചയായ 3 നമ്പറുകളുടെ തുക തന്നിട്ടുണ്ട്. സമ്മ് എത്രയാണ്? 99 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്പർ സം എത്രയാണ്? 99 ആണ്. ഓക്കെ, തുടർച്ചയായ 3 നമ്പറുകൾ കൂട്ടിയപ്പോഴാണ് 99 നമുക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ തുടർച്ചയായ 3 നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? കിട്ടാൻ ഇത്ര ചെയ്താൽ മതി. 99 ഡിവൈഡഡ് ബൈ 3. 99നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. ആൻസർ എത്ര കിട്ടും? 33 എന്ന് കിട്ടും. ഇതാണ് നടുവിലെ നമ്പർ. കൃത്യമായി മനസ്സിലാക്കുക. ഈ ഉത്തരം, അതായത് നമുക്ക് തന്ന സമ്മ്, ടോട്ടൽ വാല്യൂ, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ നടുവിലെ സംഖ്യ കിട്ടും. അപ്പൊ നടുവിലെ സംഖ്യ 33 ആണെങ്കിൽ ഇപ്പുറത്തും ഒരു നമ്പർ ഉണ്ടാകും, ഇപ്പുറത്തും ഒരു നമ്പർ ഉണ്ടാകും.
ഇതിലെ ചെറിയ തുടർച്ചയായ നമ്പർ ആണല്ലോ. അപ്പോൾ ഇതുകൊണ്ട് 32 ആണ് ഇവിടെ ഉണ്ടാവുക, 33 ആണ് നടുവില്, 34 ആണ് അപ്പുറത്ത്. അപ്പോൾ ഇതിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 32 ആണ്. നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ 3 നമ്പറുകളിൽ നിന്ന് ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് അപ്പോഴാ പെട്ടെന്ന് മനസ്സിലാവുക. 3 നമ്പറുകൾ എന്ന് പറയുന്നത് ഒരു 4, 5, 6. ഈ 3 തുടർച്ചയായ ഈ 3 നമ്പറുകൾ കൂട്ടി നോക്കാം. എത്രയാണ് ആൻസർ കിട്ടുക? 4, 5, 9, 9, 6, 15 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമ്മളോട് എങ്ങനെയാണ് ചോദിച്ചിരുന്നത് നേരത്തെ? ഇത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളോട് എങ്ങനെ ചോദിക്കാം? 3 തുടർച്ചയായ 3 നമ്പറുകളുടെ തുക 15 ആയാൽ അതിലെ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. ഉത്തരം 15 ആണ്. 3 നമ്പറുകളുടെ ഏതോ 3 നമ്പറുകൾ, അഥവാ തുടർച്ചയായ ഏതോ 3 നമ്പറുകളുടെ തുക 15 ആണ് തന്നിരിക്കുന്നത്. അതിനെ 3 കൊണ്ട് ഹരിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നടുവിലെ സംഖ്യ ലഭിക്കുമെന്നാണ് പഠിച്ചത്. നടുവിലെ സംഖ്യ ലഭിക്കുന്നുണ്ടോ നോക്കൂ. റെഡിയല്ലേ? ഓക്കെ, നടുവിലെ സംഖ്യ ലഭിച്ചു. അപ്പൊ അതിനെ തൊട്ട് മുന്നത്തത് 4 ആണ്, ഇവിടുത്തത് 6 ആണ്. റെഡിയാണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ചെറിയ സംഖ്യ കിട്ടി. ഇനി നടുവിലെ സംഖ്യ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതുപോലെ വലിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ അപ്പുറത്തെ സംഖ്യ എഴുതിയാൽ മതി. ഇങ്ങനെ ഏത് രീതിയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. 3 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. അഥവാ ഒരു 4 അക്കങ്ങൾ തന്നു, അല്ലെങ്കിൽ 5 അക്കങ്ങൾ തന്നു. അവകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന 4 ഡിജിറ്റ് നമ്പേഴ്സ്, അല്ലെങ്കിൽ 5 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെ കണ്ടെത്തുമെന്ന് കണ്ടെത്തി. അതുപോലെ തന്നെ അതിൽ 0 വരികയാണെങ്കിൽ അതിലുണ്ടാവുന്ന മാറ്റവും നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ചെറിയ 4 അക്ക സംഖ്യയും അത്തരത്തിലുള്ള കണക്കുകളും അതിൻ്റെ ടേബിളുകളും നമ്മൾ പഠിച്ചു. ഇതുപോലെ 3 അക്കങ്ങളുടെ തുക തന്നിട്ട് അതിലെ ചെറിയ അക്കവും അതുപോലെ അല്ലെങ്കിൽ നടുവില് അല്ലെങ്കിൽ വലുത് എന്ന രീതിയിലുള്ള കണക്കുകളും ഈ 3 പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. 4ാം ക്ലാസ്സിൽ 2, 3, 4 യൂണിറ്റുകൾ. ഈ യൂണിറ്റുകൾ 4 അക്ക സംഖ്യകളുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അത് 3 ചാപ്റ്റർ കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അതിലുള്ള പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നേ 4ാം ക്ലാസ്സിലെ LSSുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് ഇത് കൂടുതൽ, അവർക്കാണ് ഇത് കൂടുതൽ ഉപയോഗപ്പെടുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കുറച്ചും കൂടെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടാനുണ്ട്. എല്ലാവർക്കും താങ്ക് യു.